കൃഷ്ണഭക്തയെന്ന് സ്വയം അവകാശപ്പെടുന്ന ജസ്ന സലീമിനെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്നതിൽ നിന്ന് ഹൈക്കോടതി വിലക്കിയിരുന്നതാണ്. എന്നിട്ടും അവർ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുള്ള ചെറിയ കൃഷ്ണ വിഗ്രഹത്തിൽ വന്ന് മാലയിട്ട് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഇപ്പോൾ അവർക്കെതിരെ പോലീസ് കലാപാഹ്വാനത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ശരിക്കും ഒരു ഭക്തയെ വിലക്കാൻ പാടുണ്ടോ? അതിന് ആർക്കെങ്കിലും അവകാശമുണ്ടോ? ഒരിക്കലും ആർക്കും അവകാശമില്ല ഒരു ഭക്തയെ വിലക്കാൻ. ഇവർ ഒരിക്കൽ പോലും കൃഷ്ണൻ്റെ നടനേരിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതോ കൈകൂപ്പി വണങ്ങുന്നതോ ഒന്നും ആരും കണ്ടിട്ടില്ല. എന്നാൽ ഇവരുടെ ഫോട്ടോ കൊണ്ടുവന്ന് അവിടെ വെക്കുക, അതല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കുക, റീൽസ് എടുക്കുക, ഞാൻ വലിയ കൃഷ്ണഭക്തയാണെന്ന് എല്ലാവരോടും പറയുക, ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. നമ്മളുടെ ക്ഷേത്രങ്ങളിൽ പലയിടത്തും അന്യമതസ്ഥരായ ആൾക്കാർ ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് എന്നെഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ അവിശ്വാസികളായ ആൾക്കാർ കയറരുതെന്ന് എന്നൊരിടത്തും എഴുതി വച്ചിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആരാണ് അവിശ്വാസി അല്ലെങ്കിൽ വിശ്വാസമുള്ളവരെന്ന് കണ്ടുപിടിക്കാൻ യാതൊരു മാർഗവുമില്ല. അന്യമതസ്ഥരെ എന്തുകൊണ്ട് കയറ്റുന്നില്ല എന്ന് വെച്ചാൽ അവരെ ശവം ഭക്ഷിക്കുന്നവരാണ്. ശവം ഭക്ഷിക്കുക എന്ന് വെച്ചാൽ ഭാരതീയ ഈശ്വര വിശ്വാസം അനുസരിച്ച് പിശാചിനെ ആരാധിക്കുന്നതിന് മുൻപ് ചെയ്തിരുന്ന പ്രവൃത്തികളിൽ ഒന്നായിരുന്നു ഈ ശവഭക്ഷണം കഴിക്കുക എന്നത്. മനുഷ്യൻ്റെ ജഡമായ ശരീരത്തെ മാത്രമല്ല ശവം എന്ന് പറയുന്നത്, എല്ലാ ജന്തു ജീവജാലങ്ങളുടെയും പ്രാണൻ പോയി കഴിഞ്ഞാൽ അത് ശവമാണ്. ശവഭക്ഷണം കഴിക്കുന്നവരെല്ലാം പിശാചിനെ ആരാധിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നവരാണെന്ന് നമ്മൾ പറയില്ല. പക്ഷേ അവരറിയാതെ അവർ കർമ്മങ്ങളൊന്നും തന്നെ ചെയ്തില്ലെങ്കിലും ആ ഭക്ഷണം കഴിക്കുന്നതിലൂടെ അവരിലേക്ക് നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ പിശാചിൻ്റെ സാന്നിധ്യം ആ ചുറ്റുവട്ടത്തുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഈശ്വരീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഇത്തരം ക്ഷേത്രങ്ങളിലേക്ക് അത് ആവശ്യമില്ലാത്തവർ പോകാതിരിക്കുക.